125 സങ്കീർത്തനം എടുത്തുകൊണ്ട് ധ്യാനം തുടങ്ങാം. Our meditation is going to start from Psalm 125. അവിടെ കാണുന്ന ദൈവവചനത്തിലെ ധ്യാനം വരാൻ പോകുന്നത്. Our thoughts are going to focus on that. നമുക്ക് ആ വാക്യം ഒന്ന് വായിച്ചു കേൾക്കാം. Let's read that. യഹോവയിൽ ആശ്രയിക്കുന്നവർ കുലുങ്ങാതെ എന്നേക്കും നിൽക്കുന്ന സിയോൻ പർവ്വതം പോലെയാകുന്നു. സങ്കീർത്തനക്കാരൻ ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു ഭക്തന്റെ ചരിത്രം ആത്മകണ്ണുകളിലൂടെ കാണുകയാണ്. The psalmist is looking at the life of a saint who is trusting in the Lord. നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ സങ്കീർത്തനക്കാരൻ വിവരിക്കുകയാണ്. He is explaining in a language we can comprehend. ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ കുലുങ്ങാത്ത പർവ്വതം പോലെയാ. Those who trust in the Lord are like a mountain that cannot be shaken. ഒന്നുകൂടെ കേറി ഞാൻ പറയാം. Let me go deeper. പർവ്വതത്തെ കുലുക്കുന്ന ഒരു കാറ്റ് പ്രപഞ്ചത്തിലില്ല. There is no wind that can shake the mountain. ഇടിമിന്നലുകൾ പർവ്വതത്തിൽ ഏശത്തില്ല. Lightnings cannot shake mountains. ആർക്കും പർവ്വതത്തെ തള്ളി മാറ്റാൻ പറ്റുകയില്ല. No one can push mountains aside. അതാണ് ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരുവന്റെ ജീവിതം. That's the life of a man who trusts in the Lord. നിന്നെ കുലുക്കാൻ ശ്രമിക്കുന്ന പല ശക്തികളുമുണ്ട്. There are forces that are trying to shake you. പക്ഷേ ആ ശക്തികളൊന്നും But those powers നിന്നെ തൊടാത്തത് എന്നാണെന്നറിയാമോ? cannot touch you because ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു ദൈവവൈതൽ കുലുങ്ങാത്ത പർവ്വതം പോലെയാണ്. those who trust in the Lord are like a mountain that cannot be shaken. ഞാൻ ആത്മകണ്ണുകളിലൂടെ കാണുക. I'm seeing in my spirit ചില വീടിന്റെ മേൽ ഇന്നൊരു വിടുതൽ നടക്കാൻ പോകുകയാണ്. some deliverances are coming your way. ചില തലമുറകളുടെ മേൽ ഇന്നൊരു വിടുതൽ നടക്കാൻ പോവുക. Upon your children deliverance is coming. അത് ആത്മകണ്ണിലൂടെ കാണുന്നവർ സ്തോത്രം You ചെയ്താട്ടെ. need to see it in your spirit and praise the ഒരു Lord. കാലത്തും നിന്റെ വീട്ടിൽ അഭിവൃദ്ധി വരത്തില്ലെന്ന് പറഞ്ഞ് Enemy is saying you will never be prosperous. ഒരു കാലത്തും നിന്റെ വീട് സമാധാനത്തിൽ പാർക്കത്തില്ലെന്ന് പറഞ്ഞ് Enemy is saying you will never have peace. നിന്നെ ചുറ്റി വളയുന്ന ദുഷ്ടശക്തികള് Those evil powers swarming against you. അതിനെ കണ്ട് പേടിക്കരുത്. Don't be afraid. പത്രോസ് വെളിപ്പെടുത്തുന്നു. Peter is revealing. നിന്റെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹമെന്ന വണ്ണം. Your enemy is roaring like a lion. ആരെ വിഴുങ്ങണമെന്നു കരുതി ചുറ്റി നടക്കുന്നു. Going around trying to devour people. നിങ്ങൾ ശ്രദ്ധിക്കണമേ. You need to listen. തേനീച്ചയെ പോലെ, Like the bees, സിംഹത്തെ പോലെ like lions, പലതും ചുറ്റി നടക്കുന്നുണ്ട്. evil spirits are walking around. എന്നാൽ ഞാൻ ദൈവത്തിന്റെ ദൂത് പറയാം. I have a message from God. ദൈവത്തിൽ ആശ്രയിക്കുന്ന നിന്നെ മേൽ ഒരിക്കലും അതിന് കയറാൻ പറ്റുന്നില്ല. You who are depending on the Lord, it cannot attack you. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? Can you comprehend? നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാകേണ്ട ചിത്രം, The picture you need to have. പർവ്വതങ്ങൾ യെരൂശലേമിനെ ചുറ്റിയിരിക്കുന്ന പോലെ As the mountains surround Jerusalem, ദൈവം തന്റെ ജനത്തെ ചുറ്റിയിരിക്കുക. God has surrounded his people. ഇന്ന് ധൈര്യത്തോടെ വേണം ഇവിടുന്ന് പോകാൻ. Confidently you can walk out of here. ഏതെല്ലാം ഇളക്കങ്ങൾ ശത്രു കൊണ്ടുവന്നാലും നീ ഇളകരുത്. No matter what the enemy brings, you shouldn't be shaken. പണ്ട് പഴയ ആൾക്കാർ പറയുന്ന ഒരു പഴഞ്ചൊല്ലുണ്ട്. There was an old saying, പാലം കുലുങ്ങിയാലും കേളം കുലുങ്ങിയാലും even if the bridge shakes, I will not shake. എന്ന് പറഞ്ഞാൽ അർത്ഥം മനസ്സിലായോ? What is the meaning? നിന്നെ കുലുക്കാൻ പലരും ശ്രമിക്കും, നീ കുലുങ്ങരുത്. എന്നേക്കും ഉറച്ചു നിൽക്കുന്ന സിയോൻ പർവ്വതം പോലെ. You shouldn't be shaken when people try to shake you. You should be standing like Mount Zion. ചിരിച്ച മുഖത്തോടെ പ്രശ്നങ്ങളെ നേരിടണം. You need to face problems with a smiling face. എത്ര പേര് റെഡിയാണ്? How many of you are willing? ഞാൻ ഇവിടെ ഇരിക്കുന്ന ചിലരോട് പ്രവചിച്ചു പറയാം. Prophesying to some of you. പ്രശ്നങ്ങൾ നിന്നെ കീഴടക്കുമല്ല, നീ പ്രശ്നങ്ങളെ കീഴടക്കണം. Problems will not overcome you. You should overcome the problems. ബൈബിൾ വെളിപ്പെടുത്തുക. The word is revealing. സമാധാനത്തിന്റെ ദൈവം, The God of peace, സാത്താനെ നിന്റെ കാൽ കീഴിൽ ചതച്ചു കളയും. will soon crush Satan under your feet. പ്രാർത്ഥിക്കുന്ന നിന്നോടാ ദൂത്. You who are praying, ശത്രു നിന്നെ കീഴടക്കാൻ പോകുമല്ല, നീ ശത്രുവിനെ കീഴടക്കാൻ പോകും. enemy will not overcome you. You will overcome the enemy. എത്ര പേരത് മനസ്സിലാക്കുന്നുണ്ട്? How many of you understand the അത് enemy? ആത്മാവിൽ കാണുന്നവരോട് സ്തോത്രം ചെയ്തേ. See it in your spirit and praise the Lord. നിന്റെ കാൽ കീഴിൽ ചിലതൊക്കെ അമരാൻ പോകുന്നു. Some evil spirits will be crushed under your നിന്നെ feet. ചുറ്റി വളയുന്ന ശത്രു, The enemy that is surrounding you, നിന്നെ തകർക്കുന്ന ശത്രു, the enemy trying to defeat നിന്നെ you, വെല്ലുവിളിക്കുന്ന ശത്രു, the enemy is challenging you. അത് ആത്മാവിൽ കാണ്. See it in your spirit.
Spirit. ചില ആഭിചാരങ്ങളെ നീ ജയിക്കാൻ പോകുന്നു. Some witchcraft you're going to overcome. നിന്റെ വീടിനെ ചുറ്റി വളയുന്നു. That which is surrounding your house, ഒരിക്കലും നിന്റെ വീട്ടിൽ സമാധാനം തരത്തില്ലെന്ന് പറയുന്നു. taking peace away from your home. പക്ഷേ യേശു പറയുകയാണ്, Jesus declares, ഇതൊരു ദൈവാശ്രയം. trust in the Lord. മുറുകെ പിടിച്ചോ. Hold on to Him. നീ സ്ട്രോങ് ആയ പോരാ, ഡബിൾ സ്ട്രോങ് ആ. You should become double strong today. ഒന്ന് കൈ കൊടുത്ത് പറ, കരുത്തനാകണമെന്ന് പറ. Be strong. കരുത്തനാകണമെന്ന് Be പറ. strong. ഒന്ന് ചിരിച്ചോണ്ട് പറ, കരുത്തനാകണം. Be strong. പാസ്റ്റർ കുറച്ചുകൂടെ കരുത്തനാകണം. Pastor, you need to be strong. എന്താ കാര്യം? Why? പ്രാർത്ഥിക്കുന്ന നിന്നോടാ ദൂത്. You who are praying, പിശാച് അലറുന്നത് പോലെ വരുന്നുണ്ട്. enemy is roaring like lion. തേനീച്ച പോലെ വളയുന്നുണ്ട്. Like bees he's coming. ഇനി ഒത്തിരി വാക്യങ്ങൾ ബൈബിളിൽ നിന്ന് തെളിയിക്കാനുണ്ട്. Many verses I have. സങ്കീർത്തനക്കാരൻ പറയാം, മരണപാശങ്ങൾ എന്നെ ചുറ്റി, Cords of death entangled me, പാതാള വേദനകൾ എന്നെ പിടിച്ചു. and the pain of hell വേറൊരു came. ഭാഗത്ത് എഴുതിയിരിക്കുക, It's written elsewhere, എന്റെ ദൈവമോ my God, മരണപാശങ്ങളെ അഴിച്ച്. He cut off the cords of death. ആരോടോ ദൈവം പറയുന്നു, God is speaking to some നിന്നെ of you. റൗണ്ട് ചെയ്യുന്ന That which is surrounding ചില you, മരണാസ്ത്രങ്ങൾ, some arrows of death, ചില ശത്രുവിന്റെ അസ്ത്രങ്ങൾ some evil powers നിന്നെ ചുറ്റിക്കൊണ്ടിരിക്കുമ്പോൾ coming against you. നീ നിന്റെ ആശ്രയം ഉറപ്പിച്ചോ. You need to trust God. വിളിച്ചു പറ, എന്റെ ദൈവം ഉള്ളത് കൊണ്ട് Because of my God, എനിക്കൊന്നും സംഭവിക്കത്തില്ല. nothing will go wrong. ഇതാണ് ഒരു ദൈവപൈതന്റെ ധൈര്യം. This is the confidence of a child of God. ആരാധന എന്ന് പറഞ്ഞാൽ ഒരു ഓളമല്ല, ഒരു കയ്യടിയല്ല. Worship is not merely emotional. നിങ്ങൾ സത്യം, എല്ലാരും പാടി ഞങ്ങളും പാടി, Everybody sang, I sang. എല്ലാരും ചാടി ഞങ്ങളും ചാടി. Everyone jumped, I jumped too. പുള്ളിയുടെ കീബോർഡും കൊള്ളായിരുന്നു, ആ പുള്ളിയുടെ റിതം പാടും കൊള്ളായിരുന്നു. Musicians were doing really well. താളമേളത്തോടെ പാടി എന്നല്ല, They were not simply praising and ശത്രു worshiping. പുലമ്പിക്കൊണ്ട് വരുമ്പോ ഒരു സിയോൻ പർവ്വതം പോലെ ഉറച്ചു നിൽക്കണം. When the enemy comes against you, you should be strong like Mount Zion. എന്നോട് ഹോളി സ്പിരിറ്റ് പറഞ്ഞു, The Spirit of the Lord told me, ചിലതിനെ ജയിക്കാനുള്ള പുത്തൻ അഭിഷേകം ജനത്തിന്മേൽ വരാൻ പോവുക. fresh anointing to overcome is coming upon your people. എത്ര പേർ അത് വിശ്വസിക്കുന്നുണ്ട്? How many of you believe that? ഇപ്പൊ നീ സഹിച്ചതിനേക്കാൾ വലിയ പ്രശ്നം വന്നാലും വന്ന പോലെ ആ പ്രശ്നം തിരിച്ചു പോകും. Even if a bigger problem comes, it will go away. ഞാൻ ആത്മാവിലൊരു കാഴ്ച കാണുന്നു. I'm seeing in my spirit നിന്റെ വീടിനെതിരെ മുഴങ്ങിയ വെല്ലുവിളി തിരിച്ചു പോകുന്നു. that challenge against your home is returning to its ഞാൻ അതിന് place. ബൈബിളിൽ ഒരു വെളിപ്പാട് പറയാം. I have a revelation from the word. നിങ്ങൾ എന്റെ കൂടെ സഹകരിക്കാമോ? Come with me. നിങ്ങൾ വചനത്തിൽ എന്റെ കൂടെ വരാമോ? Come with me to the word. 5 മിനിറ്റ് നിങ്ങൾക്ക് വർത്താനം പറയാൻ സമയം തരുമോ? നിങ്ങൾ എന്നെ നോക്കണം. 5 minutes, don't talk, look at me. എന്നെ നോക്കി വർത്താനം പറയണം. Look at me and talk. 91 സങ്കീർത്തനം അറിയാവുന്ന ഒരു കൈവക്കിക്കേ. Psalm 91. മതി, ഇനി താത്തിട, ഇനി പറയാം. നിങ്ങൾ ശ്രദ്ധിക്കേ. Listen to me. ആ സങ്കീർത്തനം തുടങ്ങുക. The psalmist is beginning. എങ്ങനെയാ തുടങ്ങുന്നേ? How does he start? അത്യുന്നതന്റെ മറവിൽ വസിക്കുന്നവൻ, Whoever dwells in the shelter of the Most High സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കുന്നവൻ will rest in the shadow of the Almighty. എന്നിട്ട് താഴെ Then രാത്രിയിലെ ഭയം, the fear of the night, പകൽ പറക്കുന്ന അസ്ത്രം, arrow of the day, ബാക്കി ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരി, pestilence that stalks in the darkness, ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരകൻ, plague that destroys at midday. അടുത്ത ശ്രദ്ധിച്ചോ, നിന്റെ വശത്ത് 1000 പേരും 1,000 may fall at your side, നിന്റെ വലത്തുവശത്ത് 10,000 10,000 പേരും വീഴും. at your right hand. അടുത്തത് ഒന്നിച്ചു പറയണം, Together, എങ്കിലും but അവ നിന്നോട് അടുത്തു വരികയില്ല. but it will not come near you. ഒരു ആമീൻ പറയണം. You need to say നിന്റെ amen. പുറത്ത് പലതും നടക്കുന്നുണ്ട്. Outside, lot of things are happening. പക്ഷേ പരിശുദ്ധാത്മാവ് പറയുന്നു, Holy Spirit is saying നിന്നോട് to you അത് that അടുത്തു വരികയില്ല. will not come near. ഉറുക്ക പിടിച്ചോ ദൈവത്തെ, Hold on to God. വിളിച്ചിറക്കിക്കോ ദൈവത്തെ. Hold on to God. He'll come എന്നോട് down. ദൈവാത്മാവ് പറയുന്നു, Holy Spirit is ചില saying വീടിന്റെ മുഖച്ഛായ മാറുന്നു, your family will change. ചില കുഞ്ഞുങ്ങളുടെ മുഖച്ഛായ മാറുന്നു, Children will be ചില transformed. തലമുറയുടെ മുഖച്ഛായ മാറുന്നു. Your descendants will be ഇനി blessed. ദൂത് ആശീർവാദം പറയുന്നതിന് For മുമ്പ് the benediction today, ഇനി ഒരു വാക്യം കൂടെ വായിപ്പിക്കണം. one word I need to നിങ്ങൾ read. എന്നെ ഒന്ന് ശ്രദ്ധിച്ചേ. Listen to me. ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ എങ്ങനാ? Those who trust in the Lord, എന്നേക്കും ഉറച്ചു നിൽക്കുന്ന സിയോൻ പർവ്വതം പോലെ. like the Mount Zion that can never be shaken. എനിക്ക് കൈതാ, അച്ഛൻ പർവ്വതം പോലെ. You are like a mountain. ഒന്ന് പറ.
You're like a mountain. സഭായോത്തിന് പലപ്പോഴും പർവ്വതം പോലെ ഇരിക്കുന്നുണ്ട്. Some people are unshaken in the church. പണ്ട് ഉപദേശി പറഞ്ഞ ആട്ടുകല്ലിന് കാറ്റ് പിടിച്ച പോലെ ഇരിക്കുന്നുണ്ട്. It's like winds blowing on a stone. അതല്ല എന്റെ പ്രസംഗം. I'm not talking about that. പ്രശ്നങ്ങളുടെ നടുവിൽ നീ ഒരു പർവ്വതം പോലെ നിൽക്കണം. In the midst of troubles, you need to stand like mountain. ചില ആൾക്കാരൊക്കെ ചിലതൊക്കെ പറഞ്ഞു പോകുമ്പോഴേ When people talk against you, അവർക്ക് മനസ്സിലാകണം ഇതൊന്നും അവിടെ എറിക്കുന്നില്ല. it is not working against you. സാത്താൻ തന്നെ യോബിന്റെ അടുത്ത് വന്നിട്ട് നാണം കെട്ടാൻ പോയി. Satan he had to leave ashamed. ഇതുപോലെ സാത്താൻ നാണം കെട്ടൊരു സംഭവം വേറെ ഇല്ല. The book of Job talks about how the enemy was ashamed. എന്തെല്ലാം പദ്ധതി ഉണ്ടാക്കി. What all he planned. പിള്ളാരെ കൊന്നു. Destroyed the children. സമ്പത്ത് കളഞ്ഞു. Wealth was taken away. സൗന്ദര്യം കളഞ്ഞു. Beauty was gone. ഭാര്യയെ കൃപയാൽ അടുത്ത വീട്ടിൽ താമസിപ്പിച്ചു. Wife was put in another house. നിങ്ങൾ ശ്രദ്ധിക്കണം. ഇതെല്ലാം ചെയ്തിട്ട് പുള്ളി പറയുവാ, And after all this he എന്നെ says, കൊന്നാലും ഞാൻ കാത്തിരിക്കും. though he slay me, I will wait for him. സാത്താൻ നാണം കെട്ട് വെളിയിറങ്ങിച്ചു പറയാ, Satan was ashamed and he said, ഞാൻ പോവാ. I am leaving. യോ പറയാ പോന്നതാ നല്ലേ. Job said, it's better you go. നിന്റെ ഒരായുധോ ഇവിടെ എറിക്കുകയല്ല. No weapon formed against you will prevail. സ്ട്രോങ് അല്ല, ദൈവമക്കൾ ഡബിൾ സ്ട്രോങ് ആണ്. Children of God are double strong. പല വേഷത്തിലും പാപത്തിലും ശത്രു വരും. Different shapes and sizes he comes. ഞാൻ ഇവിടെ ഇരിക്കുന്ന നിന്നോട് ദൂത് പറയാ, Speaking to you as a prophecy. അതൊന്നും നിന്നെ ബാധിക്കരുത്. It will not afflict you.